പരം ശാന്തി. മാ ബാബുജിക്ക് കോടി കോടി പ്രണാമം. നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ആധ്യാത്മികത്തിൽ ഉണ്ട്. നമ്മുടെ ബ്രഹ്മാണ്ടത്തിലെ മാലിക് ശിവ് ഭഗവാൻ ഗാലക്സിയുടെ മാലിക്കായ മഹാശിവന്റെ കൽപ്പന അനുസരിച്ചിട്ടാണ് ശിവഭഗവാൻ ഈ നമ്മുടെ ബ്രഹ്മാണ്ടത്തെ നടത്തിക്കൊണ്ടു പോകുന്നത്. മഹാശിവൻ ഇരിക്കുന്നത് ഗാലക്സിയുടെ സെൻറ്റർ പോയിന്റിലാണ്. അതിനെ മിൽക്കി വേ എന്നും പറയുന്നു. 800 അറബ് ശിവ നിരാകാരനെ സൃഷ്ടി ചെയ്ത് മഹാശിവൻ ആണ്. മഹാശിവന്റെ ഒരു സങ്കല്പ മാത്രയിൽ 800 അറബ് നിരാകാർ ശിവനെ സൃഷ്ടിക്കുന്നു. 800 അറബ് ശിവ് 800 അറബ് ബ്രഹ്മാണ്ടത്തെ സൃഷ്ടി ചെയ്തു. ഓരോ ബ്രഹ്മാണ്ടത്തിലും ശിവ്, വിഷ്ണു, ബ്രഹ്മ ഉണ്ട്. നമ്മുടെ ഒരു ബ്രഹ്മാണ്ടത്തെ മാത്രം സൃഷ്ടി ചെയ്യുകയില്ല. 800 അറബ് ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് സയൻസുകാർ വിളിക്കുന്നത് സോളാർ സിസ്റ്റം എന്നാണ്. അമേരിക്ക ഹബിൾ ടെലസ്കോപ്പ് നിർമ്മിച്ച് അതിൽ കൂടി നോക്കുന്ന സമയത്ത് ഒരുപാട് ബ്രഹ്മാണ്ടങ്ങൾ കാണാൻ സാധിക്കുകയുണ്ടായി. കൂടുതൽ അറിയാൻ വേണ്ടി ജെയിംസ് വെബ് ടെലസ്കോപ്പിലൂടെ ഗാലക്സിയുടെ ചിത്രങ്ങൾ കാണുകയും ആദ്യം ശാസ്ത്രം വിചാരിച്ചത് നമ്മുടെ ബ്രഹ്മാണ്ടത്തിന് പുറത്ത് ഗാലക്സി ഇല്ല എന്നാണ്. അങ്ങനെ ജെയിംസ് വെബ് ടെലസ്കോപ്പിലൂടെ നോക്കുന്ന സമയത്ത് നമ്മുടെ ബ്രഹ്മാണ്ടത്തിൻ്റെ മേലെ അനന്തകോടി ബ്രഹ്മാണ്ടത്തെ കാണാൻ സാധിക്കുകയുണ്ടായി. അപ്പോഴാണ് ശാസ്ത്രം തന്നെ, സയൻസുകാർ തന്നെ ചിന്താക്കുഴപ്പത്തിൽ ആയത്. അതിശയിച്ചുപോയി സയൻസുകാർ ഇത് കണ്ടിട്ട്. ഇത്ര ബ്രഹ്മാണ്ടം നമ്മുടെ ബ്രഹ്മാണ്ടത്തിന് മേലെ ഉണ്ടോ എന്ന് ആ ജെയിംസ് വെബ് ടെലസ്കോപ്പിലൂടെയാണ് കാണാൻ സാധിച്ചത്. നമ്മുടെ ബ്രഹ്മാണ്ടത്തിന് പുറത്തും ഇത്ര അധികം ബ്രഹ്മാണ്ടം ഉണ്ടോ എന്ന് അതിശയിച്ചു പോയി സയൻസുകാർ. അതിനു മേലെ ഒരുപാട് ഗാലക്സിയുടെ മേലെ ഒരുപാട് ബ്രഹ്മാണ്ടമുണ്ട്. യൂണിവേഴ്സ് ഉണ്ട്, മൾട്ടിവേഴ്സ് ഉണ്ട്, കോടാനുകോടി പവർ അതിന് മേലെ ഉണ്ട്. പക്ഷേ അവിടെയൊന്നും സയൻസുകാർ എത്തിയിട്ടില്ല. സയൻസുകാർ എത്തിയത് ഗാലക്സിയിലെ കുറച്ച് അംശം മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇവിടെ 800 അറബ് സൃഷ്ടി ചെയ്തതിൽ 200 കോടി മാത്രമാണ് സയൻസുകാർ കണ്ടുപിടിച്ചിരിക്കുന്നത്. ബാക്കി കണ്ടുപിടിച്ചിട്ടില്ല. ജ്ഞാനി പുരുഷൻ ഒരിക്കലും ഈ 3 ലോകത്തോട്ട്, ഇത് സ്വർഗലോകത്തിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ജ്ഞാനി പുരുഷന്മാർ ഈ 3 ലോകത്തിൻ്റെ സുഖത്തിന് സ്വീകരിക്കുന്നതല്ല. കാരണം സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ മഹാമായയാണ്. നമ്മുടെ ഭൂമിയിൽ മായയാണെങ്കിൽ സ്വർഗത്തിൽ മഹാമായയാണ് എന്നറിയുക. ജ്ഞാനി ആത്മയ്ക്ക് ഇത് ഓർമ്മ വരും. അവിടെ പോയാൽ പെട്ടുപോകും, മായയിൽ പെട്ടുപോകും, പിന്നെ മേലോട്ട് പോകാൻ സാധിക്കുന്നതല്ല എന്ന് പറഞ്ഞു. ബ്രഹ്മയുടെ ഒരു ദിവസത്തിൽ 3 ലോകങ്ങളും നശിച്ചു പോകുന്നു. കൽപ്പപ്രളയം വരുന്നത് ബ്രഹ്മയുടെ ഒരു ദിവസത്തിലാണ്. കാലചക്രമാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. എന്താണ് കാലചക്രം? ഭൂമിയിൽ 4 യുഗം കഴിഞ്ഞാൽ അർദ്ധപ്രളയം വരുന്നതാണ്. അങ്ങനെ 71 അർദ്ധപ്രളയത്തിൽ ഒരു മന്വന്തരം കംപ്ലീറ്റ് ആകുന്നു. അതായത് ഭൂമിയിൽ പ്രളയം വരുന്നു. അങ്ങനെ 14 മന്വന്തരത്തിൽ കൽപ്പപ്രളയം വരുന്നു. അതിൽ ബ്രഹ്മയുടെ ഒരു ദിവസത്തിൽ ഭൂലോകം, ഭുവർലോകം, സ്വർഗലോകം നശിക്കുന്നു. സ്വർഗലോകത്തിൻ്റെയും ആയുസ് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗലോകത്തിൽ നിന്ന് ആത്മയ്ക്ക് താഴെ വന്നേ മതിയാകൂ. കാരണം ആത്മയുടെ പവർ സ്വർഗലോകത്തിൽ നിന്ന് പവർ ഇല്ലാതായാൽ അവിടുന്ന് താഴത്തേക്ക് വരേണ്ടി വരും. ഈ ഭൂമിയിലോട്ട് വന്ന് ജന്മമെടുത്ത് വീണ്ടും ജ്ഞാനം പറഞ്ഞ് പവർ സ്വീകരിച്ചിട്ടാണ് പിന്നെ മേലെ ലോകത്തോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ.
സ്വർഗലോകത്തിൽ ജ്ഞാനം ഇല്ല എന്നത് തന്നെയാണ് ജ്ഞാനത്തെക്കുറിച്ച് അറിവുണ്ടാകാൻ സ്വർഗലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നേ മതിയാകൂ എന്നാണ്. ജ്ഞാനികൾക്ക് അറിയാം, പക്ഷേ അജ്ഞാനികൾക്ക് ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. അതിനാണ് ജ്ഞാൻ യോഗ സേവ ധാരണം ചെയ്യുക, പരം ജ്ഞാൻ കേൾക്കുക, നിങ്ങൾ മുക്തി നേടുക, നിങ്ങളുടെ ആത്മാക്ക് മുക്തി നേടുക. അതാണ് പ്രധാനം. നിങ്ങൾ ഇതുവരെ ഒരു മുക്തിയില്ലാതെയാണ് ഈ ലോകത്ത്, ഈ ഭൂമിയിൽ ഇതുവരെ ജീവിച്ചു വരുന്നത്. ഋഷിമുനിയുടെ അടുക്കൽ നിന്ന് ജ്ഞാനം പ്രാപ്തമാക്കണം. ഭൂമിയിൽ വന്നാൽ ഒരു ഗുരുവിനെ സ്വീകരിച്ച് ജ്ഞാനം പ്രാപ്തമാക്കിയേ തീരൂ. അതായത് പരബ്രഹ്മ പരമേശ്വരൻ ഉപാസന ചെയ്തേ മതിയാകൂ. പരബ്രഹ്മ പരമേശ്വരനെ ഉപാസന ചെയ്യണം. അതിന് ശേഷമാണ് ആത്മാ മോക്ഷത്തിനെ പ്രാപ്തമാക്കുന്നത്. പരബ്രഹ്മ പരമേശ്വരൻ അല്ലാതെ വേറെ ഒരാൾക്കും നിങ്ങൾക്ക് മോക്ഷം തരാൻ സാധ്യമല്ല. അത് കാരണം പരബ്രഹ്മ പരമേശ്വരിൽ മാത്രമേ ഡിവൈൻ ലൈറ്റ് ഉള്ളൂ. ബാക്കി എല്ലാവർക്കും ഡിവൈൻ ലൈറ്റ് ഇല്ല. ശങ്കരാചാര്യർ പറയുന്നത് എനിക്ക് മോക്ഷത്തിൻ്റെ ചിന്തയേ ഇല്ല എന്നാണ്. എന്തെന്നാൽ ജ്ഞാനി ആത്മയുടെ ചിന്ത മേലെ ലോകത്ത് പോകാനാണ്. വേദത്തിൽ പറയുന്നത് സ്വർഗലോകത്തേക്ക് പോകണം എന്ന് പറയുന്നവർ മഹാവിഡ്ഢികളാണ് എന്നാണ് ശങ്കരാചാര്യർ പറയുന്നത്. കാരണം സ്വർഗലോകത്ത് ഭോഗി യോനിയാണ്, അവിടെ ജ്ഞാനമില്ല. അതിനാൽ ജ്ഞാനം ഇല്ലാത്തതിനാൽ അവിടെ ജ്ഞാനികൾ ഒന്നും അവിടെ പോവാറില്ല. സ്വർഗലോകത്തിന് മേലെയാണ് മെഹർലോകം. അവിടെ ഒരുപാട് ധർമ്മഗുരുക്കളുണ്ട്. അവിടെ ധ്യാനം പകർന്ന് തപസ് ചെയ്ത് വീണ്ടും ആ ആത്മാക്കൾ മേലെ ലോകത്തോട്ട് പോകുന്നു. ഇവർ സ്വർഗലോകത്തേക്ക് പോകാൻ തപസ് ചെയ്യുന്നു. ഇങ്ങനെയുള്ളവർ അജ്ഞാനികൾ ആണ് എന്നാണ് ശങ്കരാചാര്യർ പറയുന്നത്. അജ്ഞാനികൾക്ക് മാത്രമേ സ്വർഗലോകത്തേക്ക് പോകണം എന്ന് പറയുകയുള്ളൂ. കാരണം അവർക്ക് സ്വർഗലോകത്തിൻ്റെ മേലെ ഒന്നുമില്ല എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അതിനാൽ ആണ് വേദപുരാണ പുസ്തകങ്ങൾ പഠിക്കൂ, പരം ജ്ഞാൻ കേൾക്കൂ, നിങ്ങൾക്ക് മോക്ഷപ്രാപ്തി കൈവരൂ. നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് ഈ ജീവിതമാണ്, ഈ ഭൂമിയിലെ ജീവിതമാണ് സ്വർഗതുല്യം എന്നാണ്. അങ്ങനെയല്ല. ഇവിടെ സ്വർഗവുമില്ല നരകവുമില്ല. ഇത് കർമ്മഭൂമിയാണ്, മൃത്യുഭൂമിയാണ്. അല്ലാതെ സ്വർഗവും നരകവും ഭൂമിയിലല്ല. സ്വർഗം മൂന്നാമത്തെ ലോകത്തിലാണ്, നരകം താഴെ ഭൂമിയുടെ താഴെയാണ്. ആദ്യം ചിന്തിക്കുക, ഗരുഡ പുരാണം വായിക്കുക. അപ്പോൾ അറിയും നരകം എന്താണ്, സ്വർഗം എന്താണ് എന്ന്. കൂടുതൽ വീഡിയോ നീട്ടുന്നില്ല. ബേഹദ് കി പരം ശാന്തി.